അല്ല, ഇപ്പം നമുക്കറിയാം ആറും വയലും വീടും ഒന്നും തിരിച്ചറിയാമേ കിടക്കുവാണ്. ഏറ്റവും കൂടുതൽ കുട്ടനാട്ടിൽ ഈ വെള്ളപ്പൊക്ക സമയത്ത് പ്രയാസപ്പെടുന്നത് ഈ മുട്ടാർ പഞ്ചായത്തും തലോടി പഞ്ചായത്തുമാണ്. മുട്ടാർ പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം വെള്ളം കയറിക്കഴിഞ്ഞാൽ പോലും വള്ളത്തേൽ അവർക്ക് കിടങ്ങറയിലോ അല്ലെങ്കിൽ നമ്മുടെ ഏച്ചിറൂരിൽ എത്താൻ പറ്റത്തില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം എങ്ങനെയാണ്? ക്യാമ്പുകൾ അവിടെ ഒരു സ്കൂളിലാണ് നടക്കുന്നത്. അവിടെ ഇപ്പം കൂടുതൽ ആൾക്കാരുണ്ട്. കാരണം എല്ലാവരെയും അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ 4 ടോറസ് വണ്ടി വലുത് അറേഞ്ച് ചെയ്തു. അതിലാണ് ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം വലിയ പ്രയാസമാണ്. കാരണം നമ്മുടെ പാലങ്ങളെല്ലാം പൊങ്ങി നിൽക്കുന്നുണ്ട്, അപ്രോച്ചോട് താന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വള്ളത്തിൽ റോഡ് വഴിയും പോകാൻ പറ്റില്ല. എങ്ങനെ എല്ലാം അവിടെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പം ഇങ്ങനെ അവിടെ ചെന്ന് അവിടെ നമുക്കുള്ള സഹായങ്ങൾ എത്തിക്കുകയും പ്രയാസമില്ലാത്ത രീതിയിൽ ജനങ്ങളെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ഇന്ന് വരെ മാധ്യമങ്ങൾ ഇവിടെ ഈ വെള്ളപ്പൊക്ക സമയത്ത് മുട്ടാറിൽ എത്തിയിട്ടില്ല. ഇടത്തേക്ക് ഇതുവരെ മാധ്യമങ്ങൾ എത്താത്ത ഒരു ഇടത്തേക്കാണ് റെജി ചെറിയാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഏതായാലും ഈ മുട്ടാർ ഭാഗത്ത് ആളുകൾ വലിയ ദുരിതം ഏർപ്പെടുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഈ ഫ്രെയിമിൽ കാണാവുന്ന രീതിയിൽ ഈ വീടുകളെല്ലാം വെള്ളം കയറി നിൽക്കുകയാണ്. അകത്തടക്കം വെള്ളം ഈ ആറിൻ്റെയും പാടത്തിൻ്റെയും ഒക്കെ അരികത്തുള്ള വീടുകളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം കയറിയിരിക്കുന്നത്. ഈ ആരോഗ്യപരമായിട്ട് നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരുപാട് മനുഷ്യർ ഇവിടെയുണ്ട്. പ്രായമായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉള്ള ഇടമാണ് ഇവിടം. അവിടെ നിന്ന് എല്ലാവരെയും ഒഴിപ്പിക്കുവാനുള്ള ഒരു ശ്രമം ഇന്ന് രാവിലെ തന്നെ വലിയ ടോറസ് വാഹനങ്ങൾ അടക്കം ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ അടക്കം കൊണ്ടുവന്ന് അവരെ മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും ഈ നാട്ടുകാർക്ക് വലിയൊരു പരാതി ഉണ്ടായിരുന്നു, ആളുകൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന. പക്ഷേ MLA-യുടെ തന്നെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആളുകളിലേക്ക് എത്തുന്നത്, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുന്നത്. അല്പസമയം മുൻപ് നമ്മൾ മങ്കൊമ്പ് ഭാഗത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോവുകയും അവിടെ ആളുകളെ കാണുകയും അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ കുട്ടനാടിൻ്റെ ഉൾഭാഗത്തേക്ക്, അത് മുട്ടാർ ഭാഗത്തേക്ക് നമ്മൾ എത്തുന്നത്. ഈ മുട്ടാർ ഭാഗം എന്ന് പറയുമ്പോൾ ഏറെ ദുരിതം അനുഭവിക്കുന്ന ഈ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമ്പോൾ, കിഴക്കൻ വെള്ളം എത്തുമ്പോൾ എല്ലാം ഈ വെള്ളപ്പൊക്ക ഭീഷണി ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഏരിയയാണ് ഈ മുട്ടാർ ഭാഗം. തലവടി ഭാഗത്താണ് ആദ്യം വെള്ളം എത്തുക. അതിനുശേഷം മുട്ടാർ ഭാഗമാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആളുകളുള്ളത്. ഈ ഒരു പഞ്ചായത്തിൽ, മുട്ടാർ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഈ ഒരു സമാനമായിട്ടുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത്. നമ്മളിപ്പോൾ ഏറെ നേരമായിട്ട് ഈ വള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും നമുക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. അവിടെ കൃത്യമായി സാധനങ്ങൾ എത്തുന്നുണ്ടോ എന്ന കാര്യമെല്ലാം നോക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ വള്ളത്തിൽ അവർക്ക് ആവശ്യമുള്ള കുടിവെള്ളം, അതോടൊപ്പം തന്നെ ആവശ്യമുള്ള മരുന്നുകളെല്ലാം ഉണ്ട്. ഇത് അവിടെ ഏൽപ്പിക്കുക എന്നൊരു ഉദ്യമം കൂടി ഈ വള്ളം അവിടേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഏതായാലും ഈ കിഴക്കൻ വെള്ളത്തിൻ്റെ ഈ ഒരു പ്രവാഹം ഇന്നാണ് കുട്ടനാട് ഏറ്റവും കൂടുതൽ, അത് ഏറ്റവും ഊർജിതമായിട്ട് ഇത്തരത്തിലുള്ള വെള്ളം എത്തുമ്പോൾ അതിനെ നേരിടുവാനുള്ള ശ്രമമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ജനപ്രതിനിധി ഭാഗത്തു നിന്നുമെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകൾ കൂടുതലായി തുറന്നതിനെ തുടർന്ന്, അതായത് 39 ഷട്ടറുകളാണ് തുറന്നത്, 40 ഷട്ടറുകളാണുള്ളത്. അതിൽ ഒരു ഷട്ടർ ചില കേടുപാടുകൾ ഉള്ളതിനാണ് തുറക്കാൻ സാധിക്കാത്തത്. ഈ ഷട്ടറുകളെല്ലാം നേരത്തെ തന്നെ തുറന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കിഴക്കൻ വെള്ളം കൂടുതലായിട്ട് ഇവിടേക്ക് എത്തിയെങ്കിലും അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ബാധിപ്പ് ഈ പ്രദേശങ്ങളിൽ ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഇന്നലെ അടക്കം വലിയ രീതിയിലുള്ള മഴ കിഴക്കൻ ഭാഗങ്ങളിലും മറ്റിടങ്ങളിലും ഉണ്ടായതിനെ തുടർന്ന് ആ മഴവെള്ളം കൂടി, അതോടൊപ്പം തന്നെ മറ്റു ചില ഡാമുകളുടെ പമ്പേറ്റിലെ നീരൊഴുക്ക് കൂടി, അതോടൊപ്പം തന്നെ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത്, ഇതെല്ലാം ഈ വെള്ളപ്പൊക്കം ഭീഷണി കൂടുതലായിട്ട് കുട്ടനാട് മേഖലയെ ഇപ്പോൾ ബാധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് എടുത്തു കാട്ടേണ്ടത് ഉണ്ട്. സ്വാതി.